നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജിലൊക്കെ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ചെടിയാണ് കേട്ടോ ഈ പെൻഡാനസ് എന്ന് പറയുന്ന ഈ ഒരു യെല്ലോ ലീഫ്. ഇത് നമുക്ക് തണലത്തായാലും വെയിലത്തായാലും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ് കേട്ടോ. ഇപ്പോൾ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ ഈ യെല്ലോ കളർ ഒന്നും കൂടെ യെല്ലോ ആവുന്നു മാത്രം, ഒന്നും കൂടെ ഇത്തിരി കൂടെ കളർഫുള്ളായിട്ട് നിൽക്കും. പക്ഷേ ഇതിപ്പോൾ തണലത്താണ് നിൽക്കുന്നത്, എന്നാൽ ഇത് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പൂവും കൂടെ, ഈ പൂച്ചെടി കണ്ടില്ലേ, നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഒരു ചെടിയാണ്. ഇത് കാട് പോലെ നിറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഈ പെൻഡാനസ് എന്ന് പറയുന്നതും ഈ പൂവുണ്ട് നിൽക്കുന്ന ഈ ഒരു ചെടി ഉണ്ടല്ലോ, രണ്ടും കാടാവുന്ന ഒരു ചെടിയാണ്. നിലത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കെയർ ചെയ്യാൻ നല്ല രീതിയിൽ കെയർ ചെയ്യണം, കാരണം ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. പെട്ടെന്ന് മണ്ണിൽ വയ്ക്കുമ്പോൾ ഇതിന് കുറേ ഇലകളൊക്കെ വന്നത് പെട്ടെന്ന് ചട്ടിയിൽ നിൽക്കുന്ന പോലെയല്ല. ചട്ടിയിൽ ഈ ചെടി നിൽക്കുകയാണെങ്കിൽ ഇത് തൈകൾ വരാനൊക്കെ കുറച്ച് ലേറ്റ് ആവും. പക്ഷേ ഇത് മണ്ണിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ തൈകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കെയർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ വളം, വെള്ളം ഇതൊന്നും ഇതിന് വലിയ അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. നമ്മളിപ്പോൾ 1-2 ദിവസം വെള്ളം കൊടുത്തില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ മണ്ണിൽ വെച്ചേക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. പിന്നെ വളം അതുപോലെ തന്നെ ഞാൻ ഇതിന് പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും കൊടുക്കാറില്ല കേട്ടോ. പക്ഷേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അത്.